John 4:20, 1 യോഹന്നാൻ 4:20. 1 John 4:20. ദൈവത്തിൻ്റെ അമിത സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കുകയാണ്. പുതിയ നിയമത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാകുമ്പോഴത്തേക്ക് ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ഒത്തിരി വെളിച്ചം തന്നു കഴിഞ്ഞിരിക്കുക. ഇനി നമ്മൾ അവൻ പറയുന്നതിന് അത്ര പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ ഒരു വാക്യമാണിത്. 1 യോഹന്നാൻ 4:20. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഒന്നുകൂടെ വായിക്കാം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയും നിൻ്റെ സ്വന്തം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നീ കള്ളനാണെന്ന് വചനം 1 യോഹന്നാൻ 4:20 എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ പ്രായമായിട്ട് എന്തുമാത്രം പ്രായത്തിലും അനുഭവത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു സത്യമാണ്. നിൻ്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ അറിയുന്നില്ല, സഹോദരൻ ഇങ്ങോട്ട് സ്നേഹിക്കാനും അറിയുന്നില്ല. അവിടെ ഒരു വിടവ് നിൽക്കുകയാണ്. അത് അഴിഞ്ഞു പോകട്ടെ, ആ മതിൽ ഇടിഞ്ഞു പോകട്ടെ ഇന്ന്. ഇവിടെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന യാക്കോബ് ഏശാവിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഏശാവിന്, അതായത് മൂത്ത സഹോദരന് കിട്ടേണ്ടതായി ദൈവം നിയോഗിച്ച് അങ്ങനെയല്ല, സാധാരണ യഹൂദ സിസ്റ്റം മൂത്ത മകന് ഇരട്ടി ഓഹരി കിട്ടേണ്ടിയിടത്ത് അതിൽ നിന്ന് അനുഗ്രഹം മുഴുവനും പിടിച്ചു വാങ്ങിച്ച് ഉസാർപ്പർ അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരൻ എന്നുള്ള പേരും വാങ്ങിച്ച് ഏശാവിൻ്റെ അടുക്കൽ നിന്ന്, അതായത് ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച് യാക്കോബ് ഓടുന്ന ഒരു ഭാഗമുണ്ട്. യാക്കോബ് ഓടിപ്പോയിട്ട് ഇസഹാക്ക് അനുഗ്രഹം കൊടുത്തു എന്ന് ഏശാവ് അല്ലെങ്കിൽ മൂത്ത സഹോദരൻ അറിയുമ്പോൾ സഹോദരൻ പറയുന്നു, ഞാനവനെ കൊല്ലുമെന്ന് പറയുകയാണ്. ഞാനവനെ കൊല്ലും, കാരണം എനിക്ക് കിട്ടേണ്ട അനുഗ്രഹം അവൻ ഏറ്റെടുത്തു. അതിലെ പലപ്പോഴും നമ്മുടെയും വഴക്ക്, ഞാൻ അവരെ കൊല്ലും, ഞാൻ അവരുടെ വീട്ടിൽ ഇനി കയറത്തില്ല, ഞാൻ അവർക്കായിട്ട് ഒരു ബന്ധമില്ല, അവരെന്നെ എത്ര പ്രയാസം നിന്ന് കാണേണ്ട ആവശ്യമില്ല. ഈ വാശിപ്പെടുത്തം എവിടേക്ക് പോകാനാണ്? മനുഷ്യൻ ഒരു 3 മിനിറ്റ് നേരം ശ്വാസം കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകുന്ന മനുഷ്യനാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. നമ്മൾക്ക് കുറച്ചും കൂടെ വിനയം വരേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, ഈ ഏശാവിനെ മറുത്ത് നിന്ന് യാക്കോബ് അനുഗ്രഹം വാങ്ങിച്ച് ആ നാളോട് യാക്കോബ് ഓടി എവിടെ ചെന്ന് പറ്റി? തൻ്റെ അമ്മായിപ്പൻ്റെ അടുക്കൽ ചെന്ന് അവിടെ പോയി നിന്ന് ഏകദേശം 20 വർഷത്തോളം അവിടെ താമസിച്ചു കഴിഞ്ഞിട്ട് 2 ഭാര്യമാരും മക്കളുമായ സ്ഥിതിയിൽ ലാബാൻ്റെ അടുക്കൽ നിന്ന് തിരിച്ചു വരുന്ന ഒരവസരമുണ്ട്, ഒരു സമയമുണ്ട്. അതായത് ദൈവം കൽപ്പിച്ചു, നീ തിരിച്ചു പോകേ എന്ന് കൽപ്പിച്ചു. വർഷം 20 അങ്ങ് കഴിഞ്ഞ് ഇടയ്ക്ക് നമ്മൾ ചിന്തിച്ചു, വർഷങ്ങളെന്ത് പെട്ടെന്നല്ലേ പോകുന്നത്. ഇപ്പോൾ 2026 ജാനുവരി കഴിഞ്ഞു, ഫെബ്രുവരിയിലോട്ട് കയറിക്കഴിഞ്ഞു. പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത്. കാരണം മനുഷ്യൻ പഴയ പോലത്തെ ആ ഒരു സമയത്തിൻ്റെ അതിൻ്റെ ആ പവിത്രത കാണുന്നില്ല. രാവും പകലും രാവും ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, പിന്നെ ഇവിടെ തിങ്ക് ചെയ്യാൻ നേരമില്ല. ഒരു രോഗിയെ കാണാൻ സമയമില്ല നമുക്ക്, ഒരാൾക്ക് സഹായം നേരെ. ഇന്ന ദിവസങ്ങൾ ഞായറാഴ്ച വരുന്നത് അടുത്ത ഞായറാഴ്ച വന്നിട്ടും പെട്ടെന്നങ്ങ് തീരുകയാണ്. അങ്ങനെ ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കണം. ഇവിടെ ഏശാവിന് യാക്കോബിനുമായിട്ടുള്ള ബന്ധം മാറിയിട്ട് 20 കൊല്ലം ഒരു വലിയ നീണ്ട വർഷമായിട്ടാണ് വേദപുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത്. ദൈവം പറഞ്ഞ് തിരിച്ചു പോകാൻ പറഞ്ഞതുകൊണ്ട് ധൈര്യം ഇല്ല എങ്കിലും പോവുകയാണ്. പോകുന്നുണ്ട് എന്താണ്? ഈ ഏശാവ് കൊല്ലുന്ന പേടിയുണ്ട് താനും. ഏശാവ് കൊല്ലുന്ന പേടിയുള്ളത് കൊണ്ടാണ് പല കൂട്ടമായിട്ട് ആദ്യമേ മൃഗങ്ങളെ, അത് ഒട്ടകങ്ങളെ, പിന്നെ ആടുമാടുകളെ, പിന്നെ യാക്കോബിന് ഏറ്റവും വലിയ ഇഷ്ടമില്ലാത്ത ഭാര്യ മക്കളെ, അത് കഴിഞ്ഞ് ഇഷ്ടമുള്ള ഭാര്യ, ഇങ്ങനെയാണ് ഓർഡർ. പക്ഷെ എല്ലാം അപ്പുറത്ത് കടന്ന്, എല്ലാം യാബോക്ക് എന്ന കടവിൻ്റെ അപ്പുറത്ത് എല്ലാം കടന്നപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അന്ന് രാത്രി മുഴുവന് യാക്കോബുമായിട്ട് മൽപ്പിടുത്തം. നിൻ്റെ ജഡവും ദൈവവും കൊണ്ട് ചേരൂല, ആത്മാവും കൂടെ ചേരൂല. എന്നിട്ട് ജഡത്തിൽ പോയി ഏശാവിനെ കണ്ട കലഹമാകും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ ഞാൻ ഈ പറഞ്ഞ പോയിൻ്റ്. ജഡത്തിൽ ചെന്ന് പിണങ്ങിയിരിക്കുന്നവരെ കണ്ടാൽ കലക്കമാകും. അതവിടെ വെയിറ്റ് ചെയ്ത് ആത്മാവിന് ചലിക്കാൻ, ആത്മാവ് പ്രവർത്തിക്കാൻ സമയം കൊടുക്കുകയാണ്.
ബി സ്റ്റിൽ, നിൽക്കുക, വെള്ളം ശാന്തമാകട്ടെ, കലങ്ങിയ വെള്ളം ശാന്തമായിട്ട് തെളിഞ്ഞു വരട്ടെ. സമയമെടുക്കുന്നു. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചു പോകുമ്പം ഇങ്ങനെയുള്ള എല്ലാ ഇഷ്ടമുള്ള സാധനം തനിക്കുള്ളതെല്ലാം യാബോക്ക് കടവിൻ്റെ അപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം രാത്രി മുഴുവൻ മൽപ്പിടുത്തം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? യാക്കോബിന് മനസ്സിലായി ഞാനിത് ദൈവത്തോടാണ്. അപ്പോൾ പറഞ്ഞു, നീ എന്നെ ഇതിനാണല്ലോ ഞാൻ ഓടുന്നത്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നമുക്കും പറയാം, ദൈവമേ എന്തൊക്കെ പ്രശ്നമാണ്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അത് നിൻ്റെ ജോലിയാണ്, അത് ഞാൻ വേറെങ്ങും പോയി ചോദിക്കുന്നില്ല. അങ്ങനെ യാക്കോബ് എന്നുള്ള പേര് മാറ്റി ഇസ്രായേൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രഭു എന്ന പേര് പലർക്കും ഇന്ന് ഇട്ടുതരുന്നു ദൈവം. ഇതുവരെ അതായത് സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെ ഇരിക്കുന്നവൻ കള്ളനെന്ന് പറഞ്ഞ പേര് മാറ്റിയിട്ട് ദൈവം തമ്പുരാൻ ദൈവത്തിൻ്റെ പ്രഭു എന്ന പേരിടാൻ ചിലരെ മാറ്റിയെടുത്തിരിക്കുന്ന ദിവസമായെന്ന്. അങ്ങനെ പ്രഭുവാക്കി. ഇവാരാണ്? ഞാൻ പ്രഭുവായപ്പോൾ ഉള്ള വ്യത്യാസം എന്തുവാ? യാക്കോബിനെ കണ്ടപ്പോൾ, ഏശാവിനെ കണ്ടപ്പോൾ, സഹോദരനെ കണ്ടപ്പോൾ യാക്കോബ് പറഞ്ഞത്, ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്നെ കാണുന്നു. പല വാശിയുള്ളവരുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ആക്കുവാൻ ദൈവം ഇന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുക. പല ആവശ്യമില്ലാതെ പടക്കി നിൽക്കുന്ന സഹോദരന്മാർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വരുമ്പോൾ അന്യോന്യം ദൈവത്തിൻ്റെ പ്രതിച്ഛായയായിട്ട് കാണും. ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വാശി പിടിച്ചു, ഒരു കാര്യമില്ല, വാശി പിടിച്ച് പിണങ്ങി നിൽക്കുന്നിടത്ത് ഇന്നു മുതൽ അവർ ദൈവത്തിൻ്റെ പ്രതിച്ഛായയായിട്ട് കാണുന്നെന്ന് വ്യക്തമായിട്ട് ദൈവാത്മാവിൽ പ്രോഫസി അയക്കുന്നു. ഞാൻ വചനം കർത്താവ് പറയുന്നതാണ്, നീ വരെയുള്ള വിദ്വേഷത്തിൻ്റെ ആത്മാവ് എടുത്തു കളയുന്നത് ഞാനാണ്. നീ ഇന്ന് വരെ കള്ളനായിട്ട് ജീവിച്ചെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നിൻ്റെ സ്വന്തം സഹോദരിയോ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അവരെ അനുഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് മുതൽ നിൻ്റെ സഹോദരനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഉടനെ ചെന്ന് പ്രവർത്തിക്കാൻ പാടായിരിക്കും, പക്ഷെ പ്രാർത്ഥിക്കുക, വഴി നിരപ്പാക്കട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിന്നെ ഒരു റീസണും ഇല്ല. എന്തിനാ പിണങ്ങിയിരിക്കുന്നത്? രണ്ടുപേർക്കും അറിയത്തില്ല. ഞാനെന്ന പാവമോ, എന്നെ മാനിച്ചില്ലെന്നോ എന്നെ സ്നേഹിച്ചില്ലെന്നോ പിശാചു പറയുമ്പം ആ നുണയെല്ലാം കർത്താവ് ഈ പാഴ്വിത്തുകൾ കിളിച്ചതെല്ലാം പറിച്ചു കൂട്ടി ഇന്ന് തീയിലിട്ട് കരിച്ചു കളയുന്ന ദിവസമാണ്. കർത്താവ് അത് ചെയ്യുകയാണ്, വിളിച്ചു പറയുകയാണ്. ഇത് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെറ്റ് പോകട്ടെ, ഈ ദൂതുമായിട്ട് പോകട്ടെ ദൈവദൂതന്മാർ. അപ്പം നമ്മൾ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ സ്നേഹത്തിനൊരു കണ്ടീഷനൊന്നുമില്ല, ഒരു അഡ്ജക്റ്റീവ് ഒന്നും വേണ്ട. സ്നേഹം എന്ന് പറയുന്നത് പൂർണ്ണമായ ക്രിസ്തുവാണ്. ആ സ്നേഹത്തിന് ദണ്ഡനമില്ലെന്ന് 1 യോഹന്നാനിൽ പറയുന്നു. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 യോഹന്നാൻ 4:18 പറയുന്നത് ഇങ്ങനെയാണ്. 4 എന്തിനാണ്? എല്ലാത്തിനും നമുക്ക് ഭയമാണല്ലോ. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഇല്ലേ? നമ്മുടെ തന്നെ ചില സഹോദരന്മാർ, ഞാൻ അങ്ങോട്ടൊന്ന് വന്ന് കണ്ടോട്ടെ, വരണ്ട, കാണാതെ എങ്ങനെയാണ് സംസാരിക്കുന്നു? അല്ല, ഇത്രമാത്രം ക്ഷമിക്കാൻ വയ്യാതെ എന്നാ ബലഹീനതയാണ്, എന്ത് പാപമാണുള്ളത്? മനുഷ്യൻ ദൈവം എല്ലാം ക്ഷമിച്ചല്ലോ, ദൈവം എല്ലാം ക്ഷമിക്കുന്നുണ്ടല്ലോ. നമ്മളുടേത് മറ്റുള്ളവരുടേത് ക്ഷമിക്കാൻ വയ്യാത്തവണ്ണം കല്ലുപോലുള്ള ഹൃദയമാക്കി വെച്ചിരിക്കുന്ന കല്ല് മാറ്റിയെടുക്കാൻ കർത്താവിൻ്റെ ദൂതൻ ചെന്ന് കല്ല് ഉരുട്ടി മാറ്റട്ടെ. ശിവൻ നാമത്തെ ഉരുട്ടി മാറ്റട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. വചനമാണ് അയക്കുന്നത്, അതിന് അഴിഞ്ഞു പോകട്ടെ. ഇതൊരു ഓർഡർ ആൻഡ് എഡിക്റ്റ് ഫ്രം ദ ലിവിങ് ഗോഡ്. അധികാരത്തോടെ ദൈവത്തിൻ്റെ വചനം കടന്നു വരികയാണ്. അനേക കുടുംബങ്ങൾക്ക് ഇതൊരു വിടുതലായിട്ട് മാറ്റുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ. ഭൂമിയുടെ ഉപ്പായിട്ട് ജീവിക്കണം നമ്മൾ. ഉപ്പിന് കാരയില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന പറയുന്ന വചനം? അതിനെ പുറത്തിട്ട് മനുഷ്യൻ ചവിട്ടിക്കളയുന്നു. ഞാൻ ഒരു സത്യം പറയാം, സഹോദരന്മാർ പിണങ്ങിയിരിക്കുന്നത് അതിനകത്ത് വേറൊരാൾ ഇടപെടരുത്. അവർ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കണം. അവരൊന്ന് കാണാനുള്ള വഴി ഒരുക്കി കൊടുക്കണം. അതിന് തടസ്സം നിൽക്കുന്നെങ്കിൽ തീർത്തും അത് ശാപമാണ്. ഒരിക്കലും അത് ചെയ്യരുത്. ഭാര്യ ഭർത്താക്കന്മാർ അവരൊന്നിച്ച് ജീവിക്കേണ്ടിവരാം. ദൈവം അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് തടസ്സം നിൽക്കുന്നത് ശാപമാണ്. ആര് നിൽക്കുന്നോ ദൈവം അവരെ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തേ പറ്റൂ.
മക്കൾ അപ്പനമ്മമാരിൽ നിന്ന് മാറി നിൽക്കുന്ന എന്നതാണേലും അത് ശാപമാണ്. അത് അഴിഞ്ഞു പോകണം. ജോലിയാണോ അഴിഞ്ഞു ജോലി പോകട്ടെ അപ്പച്ച, ജോലി പോകട്ടെ, തിരിച്ചു വരട്ടെ, ആദ്യം തൊട്ട് തുടങ്ങാമല്ലോ. എല്ലാം പോയി കഴിഞ്ഞല്ലേ. യാക്കോബ് കരയുന്ന എപ്പോഴാണെന്നറിയാമോ? സകലതും അപ്പുറത്തായി, അപ്പുറ കരമ്പാണ്. ഈ കരയിൽ നിന്ന് അക്കരയ്ക്ക് പോയേ ഒക്കത്തുള്ളെന്നേ ജീവിതം. ഒരു വിശ്വാസിയുടെ ജീവിതം അതാണ്, ഒരു എബ്രായൻ്റെ ജീവിതം അതാണ്. നീ ഈ കരയിൽ നിന്ന് അക്കരയ്ക്ക് പോരും, നദി കടക്കുന്നവനാകണം. നദി കടക്കാതെ ഒന്നും നടക്കൂല. നിൻ്റെ ഈ പഴയ സ്വഭാവം കൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല. വളരെ നിർബന്ധമാണ്. ഉപ്പിന് കാരമില്ല എങ്കിൽ പുറത്തിട്ട് ചവിട്ടിക്കളയുന്ന പോലെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ട് അത് നമ്മുടെ സഹോദരി സഹോദരന്മാർ പാസ് ചെയ്യത്തില്ല എന്ന് വാശി പിടിച്ച് ഇടയ്ക്ക് നിൽക്കുന്ന ദുഷ്ടാത്മാവ് പല വ്യക്തികളിൽ കൂടെ പ്രവർത്തിക്കുന്നത് ഇന്ന് അഴിച്ച് ദൈവം തരുന്നു. ഭാര്യ ഭർത്താക്കന്മാരിൽ സ്നേഹമായിട്ട് അവർ ഒന്നിച്ച് കഴിയേണ്ടടുത്ത് പരിശുദ്ധാത്മാവിനെതിരായിട്ട് ആര് നിന്നോ, ചിലപ്പം സ്ത്രീയുടെ അമ്മയായിരിക്കാം, ചിലപ്പം ഭർത്താവിൻ്റെ അമ്മയായി, അഴിഞ്ഞു പോകട്ടെ. യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു പോകും. ഏത് ബന്ധനമാണെങ്കിലും അഴിഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള വചനം, ഈ വചനം അയക്കുന്നത് പ്രവർത്തിച്ചിട്ട് ഉത്തരവുമായിട്ട് തിരിച്ചിവിടെ കടന്നു വരണം. അനേക മക്കൾക്ക് വിടുതലിൻ്റെ വചനം അയക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അവൻ എന്തെല്ലാം ചെയ്തുവോ അത് നന്നായിട്ട് ചെയ്തു. മർക്കോസിൻ്റെ സുവിശേഷം 7:37. അവൻ ചെയ്തതെല്ലാം അവൻ നന്നായിട്ട് ചെയ്തു. നമ്മൾ ചെയ്യുന്നതെല്ലാം പ്രാർത്ഥനാ മുറിയിലാകട്ടെ. ഇത് യഹോവയ്ക്കുള്ളതാണ്. നമ്മൾ ദൈവസന്നിധി ഇരുന്ന് ദൈവം പറയുന്നുണ്ട്, കർത്താവ് ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, ശേലെന്തോന്ന്, വാ നമുക്ക് തമ്മിൽ വാദിക്കാം, എന്നോട് നീ കൽപ്പിക്കേ. 45 കണ്ടാൽ തോന്നുന്നു. കൽപ്പിക്കാൻ യേശു പറയുക. ചില അപ്പം പറയും, എൻ്റെ മോളെ നീ എന്താടാ നിനക്ക് വേണ്ടി, നീ പറ. സ്നേഹം കൂടുമ്പം നമ്മൾ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ, ഇപ്പം ഞാൻ തന്നെ ചിലപ്പോൾ എൻ്റെ ഭർത്താവിനുണ്ട്, എനിക്ക് അവിടം വരെ പോകണം എന്ന് പറയുമ്പം ആദ്യം മടിയാണ്, പോയേ പറ്റൂ എന്ന് ഞാൻ പറയും. അപ്പം എന്താ, അതൊരു ചെറിയ കൽപ്പനയാണ്, പോയേ പറ്റൂ. അപ്പം വന്നാൽ പിന്നെ പൊക്കളാന്ന് പറയും. അത് വഴക്കെട്ടില്ല, സ്നേഹത്തോടെ പറയാൻ. ഒരു സഹോദരനെ കാണാൻ, ഞാനതിന് എൻ്റെ സഹോദരനെ കാണാൻ ഒത്തിരി ആഗ്രഹിക്കുക. തടസ്സങ്ങളുടെ പുറത്ത് തടസ്സങ്ങൾ നിൽക്കുമ്പം പിശാചിൻ്റെ വിചാരം ഇതൊക്കെ വലുതാണ്. പക്ഷേ കർത്താവ് ഒരു നിമിഷം കൊണ്ട് ഇടിച്ചു പൊളിച്ച് മതിൽ മാറ്റിത്തരും. ദൈവത്തിൻ്റെ വിശ്വാസം. ഇത് കുടുംബങ്ങളിൽ അങ്ങനെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ സംഭവിക്കണം. ഇതെല്ലാം പല കുടുംബങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസികളുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞവൻ്റെ വീട്ടിലാണ് ഈ സ്വത്തിന് വേണ്ടിയുള്ള വഴക്ക്. എന്തിനാണോ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ വല്ല കാര്യമുണ്ട്, ഒന്ന് നന്മ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നന്മ റിസീവ് ചെയ്യാൻ വയ്യാത്തവണ്ണം ഹൃദയം കഠിനമാക്കുക. കർത്താവ് പറയുന്നത്, നീ എന്നോട് വാദിച്ചുകൊള്ളാൻ, എന്നോട് കൽപ്പിക്കാൻ പറയുന്നു. അങ്ങനെ ആ ഭാഗമായി നോക്കി 43, യെശയ്യാ 43. എന്നെ ഓർപ്പിക്കാം, നാം തമ്മിൽ വ്യവഹരിക്കാം, നീ നീതീകരിക്കപ്പെടുന്നതിന് വാദിച്ചു കൊള്ളുക. നിൻ്റെ ആദ്യ പിതാവ് പാപം ചെയ്തു, നിൻ്റെ മധ്യസ്ഥർ എന്നോട് ദ്രോഹം ചെയ്തു. അതുകൊണ്ട് ഞാൻ വിശുദ്ധ മന്ദിരത്തിൻ്റെ പ്രഭുക്കന്മാരെ മലിനമാക്കി യാക്കോബിനെ ഉന്മൂലനാശത്തിനും ഇസ്രായേലിനെ നിന്നയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അതിന് മുമ്പിൽ പറയുന്നു, എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങളെ മായിച്ചു കളഞ്ഞിരിക്കുന്നു, നിൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കയില്ല. എന്നെ ഓർപ്പിക്കുക, എന്നോട് വ്യവഹരിക്കുക, നീ നീതീകരിക്കവണ് വാദിച്ചു കൊള്ളുക. ദൈവം നമുക്ക് വാദം ചെയ്യാൻ പറയാൻ കർത്താവ് പറയുകയാണ്. കർത്താവേ, ഇത് ഞാൻ പറയുകയാണ്. ദൈവസത്യത്തിനെതിരായിട്ട് നിൽക്കുന്ന സകല ശക്തികളും അഴിഞ്ഞു പോയേ ഒക്കത്തുള്ളൂ. ദൈവസ്നേഹം, കർത്താവ് പറയുന്നു, സഹോദരനെ സ്നേഹിക്കാത്തവൻ കള്ളനാണ്. സഹോദരൻ സ്നേഹിക്കാൻ വേണ്ടി അടുത്ത് ചെല്ലാൻ വയ്യാത്തവണ്ണം കെട്ടിവെച്ചിരിക്കുന്ന കോട്ടകൾ, അതുപോലെ ഭാര്യമാർ ഭർത്താക്കന്മാർ മാറി നിന്നേച്ച് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ ഗ്ലാസ് കൊണ്ട് വലിയ കൊട്ടാരം പോലെ ഉണ്ടാക്കി അതിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. എനിക്കെല്ലാം തികഞ്ഞു. ഇടിച്ചു കളയുന്ന ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. ഒറ്റ ഇടി, ഗ്ലാസ് ചില്ല് പോകുന്ന പോലെ അത് പൊട്ടിപ്പോകുന്നതായിട്ട് ദൈവം കാണിക്കുന്നു. ഇതൊന്നും നിൽക്കൂല ദൈവസന്നിധിയിൽ. കർത്താവിൻ്റെ വിശ്വസ്തത വലുതാണ്. ഭാര്യ ഭർത്താക്കന്മാരിൽ വിദ്വേഷത്തിൻ്റെ ആത്മാവുള്ളത് കഴിഞ്ഞു പോട്ടെ. ഇതൊന്ന് നമ്മൾ പറയണം, ദൈവമേ എൻ്റെ ഹൃദയത്തിൽ അഴുക്ക് ചിന്ത വരുന്നു. അതുകൊണ്ടാണ് എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നത്. അതിന് ചോദിക്കട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ എത്ര പേര് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരുണ്ട് അറിയാമോ? 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഡിവോഴ്സ് അമേരിക്കൻ യൂറോപ്യൻ കൺട്രീസ് വെരി കോമൺ. മക്കൾ പഠിച്ചു കഴിയുമ്പോൾ ഡിവോഴ്സസ്. അപ്പോൾ ആദ്യമേ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒന്നാമത് ദൈവസ്നേഹം വരണം, അല്ലാതെ എങ്ങനെ ക്ഷമിക്കും? ദൈവത്തിന് എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ മറ്റേ വ്യക്തിയും സ്നേഹിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാട് വരണം. അവരുടെ നന്മ കാണുമ്പോൾ ഞാൻ സന്തോഷിക്കണം.
ഒരു ഭർത്താവിൻ്റെ ഉയർച്ചയിൽ ഭാര്യ സന്തോഷിക്കണം. ഒരു ഭാര്യയുടെ നന്മയിൽ ഭർത്താവ് ബഹുമാനപ്പെടണം. ഇതൊക്കെ ആവശ്യമാണ്. അതൊക്കെ ദൈവം നിയോഗിച്ചത് തന്നെയാണ്. ഇതിനൊക്കെ വിപരീതമായിരിക്കുന്ന എല്ലാ മതിലുകളും ഇടിഞ്ഞു പോകുന്നതായിട്ട് ദൈവം എന്നെ കാണിക്കുന്നു. കർത്താവ് യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചിതറിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ അധിക ശക്തിയോടെ എഴുന്നള്ളി വരുന്നതിന് നന്ദിയോടെ സ്തോത്രം. നിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിച്ച് താമ്രവാതിലെ ഉടച്ച് മാറ്റി ഞാൻ നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി ഒരുക്കുന്നു. ധൈര്യമായിട്ടിരിക്കുക. ദയയും വിശ്വസ്തതയും എൻ്റെ ചിറകിന്മേലുണ്ട്. നിനക്കിതുവരെ ദയ കിട്ടാത്തടത്ത് ഞാൻ ദയ പറഞ്ഞു തരും. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കട്ടെ. നീതി സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നു. ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നീതി നമ്മളെ പുതപ്പാക്കി ഇടുകയാണ്. നീ ഒരാളെ മാനിക്കുമ്പം ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ശത്രുവിനെ കൊല്ലല്ലേ, അവൻ്റെ മുൻപിൽ വെച്ച് നീ എനിക്ക് മേശയൊരുക്കുന്ന ദൈവമാണ്. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ തലമുറകൾ തിരിച്ചു വരുന്നു. ഒന്നിച്ച് വന്ന് ദൈവത്തിൽ സന്തോഷിക്കട്ടെ. കർത്താവെ 128 പറഞ്ഞു, യഹോവ ഭക്തനായ പുരുഷനാര്, അവൻ്റെ കൈകളുടെ അധ്വാന ഫലം ഇതുവരെ കള്ളനും കവർച്ചക്കാരും എടുത്തോണ്ടെങ്കിൽ അത് നിർത്തിയിരിക്കുന്നു. തിരിച്ചു കൊടുക്കട്ടെ. എൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവെള്ളം, എൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റുമുള്ള ഒലിവ് വൃക്ഷം. സിയോനിൽ നിന്ന് നീ കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. നിൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും. യഹോവ തന്നെ സംസാരിച്ചിരിക്കുന്നു. നിൻ്റെ വാഗ്ദത്തങ്ങളൊന്നിനും മാറ്റം വരത്തില്ല. നിൻ്റെ സാന്നിധ്യം ഞങ്ങൾ മോശയോട് പറഞ്ഞ ദൈവം യോശുവയോടും പറഞ്ഞല്ലോ. യോശുവയോട് പറഞ്ഞു, ഉറപ്പും ധൈര്യമുള്ളയിരിക്കുക, ഞാൻ നിന്നോട് കൽപ്പിച്ചില്ലേ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കൽപ്പനയാണ് ഈ കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ച് എൻ്റെ ചിറകിൻ്റെ ഈടിലെത്തി ഇത്രയും വചനം ശക്തിയോടെ പറയിപ്പിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. സകലത് യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.